എടാ നീ എത്ര പ്രാർത്ഥിച്ചിട്ട് കയറിയാലും നീ തന്നെ ഒന്നാമത്തെ ബെഞ്ച് ഒന്നാമത്. എനിക്ക് മാത്രം ഒന്നാടാ ഇങ്ങനെ ഞാൻ മടുത്ത് ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന്. എടാ നീ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ട് ഒരു കാര്യമില്ല, ഇതൊന്നും മാറാൻ പോകുന്നില്ല. എടാ ഇതൊന്നും മാറാൻ എന്താ ഒരു വഴി? നീ പ്രിൻസിപ്പാളിനോട് പോയി പറ ഇതൊന്ന് മാറ്റി തരാൻ. എടാ എടാ പോലെ, ഞാൻ ചുമ്മാ പറഞ്ഞ പോട്ടൻ അതങ്ങ് വിശ്വസിച്ചോ. സാറേ എന്താടാ? സാറേ എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. പരാതിയോ? അതൊക്കെ പരാതിപ്പെട്ടിൽ എഴുതിയിട്ടാ മതി, ഞാൻ സൗകര്യം പോലെ വായിച്ചോളാം. അയ്യോ സാറേ, ഇത് സൗകര്യം പോലെ വായിച്ച് തീർപ്പാക്കേണ്ട പരാതിയല്ല, ഇതിപ്പൊ തീർപ്പാക്കണം. അതെന്തിരി പരാതി? കേക്കട്ടെ. സാറേ എന്നെ ഒന്ന് ബെഞ്ച് മാറ്റണം. എന്താ നീ ഇപ്പൊ ഇരിക്കുന്ന ബെഞ്ചിന് വല്ല കുഴപ്പമുണ്ടോ? സാറേ അതൊന്നും അല്ല, പരീക്ഷയ്ക്ക് എപ്പോഴും ഞാൻ ഒന്നാമത്തെ ബെഞ്ച് ഒന്നാമതാ. ആ ബെഞ്ച് ഒന്ന് മാറ്റി എന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിരുത്തണം പ്ലീസ്. ഓ അപ്പൊ അതാണ് കാര്യം. അല്ല നിന്റെ പേരെന്തുവാ? അഭിജിത്ത്. കൊള്ളാം. ഈ പേരുള്ള നിന്നെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിലല്ലാതെ പിന്നെ എവിടാടാ കൊണ്ടിരുത്തണ്ടേ? സാറേ അങ്ങനെ പറയരുത്, ഒന്ന് മാറ്റി തരാവോ? ആദ്യം നീ പോയി നിന്റെ പേര് മാറ്റി, എന്നിട്ട് ആലോചിക്കാൻ ബെഞ്ച് മാറ്റുന്ന കാര്യം. ചെല്ല് ചെല്ല്. സാർ പ്ലീസ്. എടാ ഇപ്പൊ പരീക്ഷ ഇല്ലയോ? പോടാ. മാറ്റിയോ? എടാ ഞാൻ ചുമ്മാ പറഞ്ഞ അതും കേട്ട് ഓടിയേക്കുന്നു. എന്തോ പറഞ്ഞ്? എന്റെ പേര് മാറ്റിയ ബെഞ്ച് മാറ്റാന്ന് പറഞ്ഞു. എങ്കിൽ പേര് മാറ്റി. എടാ നീ എന്തുവാടാ ഈ പറയുന്ന? പേര് മാറ്റാന്നോ? പോടാ. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എന്റെ വീടിന് അപ്പുറത്തുള്ള ഒരു ചേട്ടൻ ഇതുപോലെ പേര് മാറ്റിയതാ. പേര് മാറ്റിയോ? എടാ പേര് മാറ്റിയെന്ന് പറഞ്ഞ ഇൻഷിലെടുത്ത് ആദ്യം ഇട്ട്. ഈ ചേട്ടന്റെ പേര് എയില തുടങ്ങുന്നത്, ഇൻഷിൽ എമ്മും. ഈ ചേട്ടന്റെ ക്ലാസ്സിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പഠിക്കുന്നത്, ആ ചേട്ടന്റെ പേര് എമ്മിലും. അതുകൊണ്ട് ഈ ഇൻഷിലെടുത്ത് ആദ്യം ഇട്ട് അടുത്തിരിക്കാൻ വേണ്ടിയേ. എന്നിട്ടെന്താ പുള്ളി ആ ചേട്ടന്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതി എല്ലാ പരീക്ഷയും ജയിച്ച്. അല്ല നിന്റെ ഇൻഷിൽ എന്തുവാ? കെ. അങ്ങനെയാണെങ്കിൽ കെ എടുത്ത് ആദ്യം ഇട്, കെ അഭിജിത്ത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇടയ്ക്ക് വന്നിരിക്കാലോ. എടാ അതിന് പേര് മാറ്റുന്നതിന് കുറെ കാര്യങ്ങളൊക്കെ ഇല്ലയോ? എടാ നീ ലാസ്റ്റ് പരീക്ഷയ്ക്ക് മുമ്പ് പേര് മാറ്റിയാൽ മതി, ലാസ്റ്റ് പരീക്ഷയിൽ ജയിക്കണ്ടേ. എടാ നോക്കടാ. എന്റെ മോനെ, കെ അഭിജിത്തോ? റോൾ നമ്പർ 21. വാ നോക്കാം. എടാ എന്താടാ? എടാ ഇവിടെ 20 വരെ ഉള്ളു. അല്ല അത് ഒരു ബെഞ്ച് 2 പേര് 3 പേരല്ലയോ? എനിക്കറിയത്തില്ല. ഞാൻ പോയി സാറിനോട് ചോദിച്ചിട്ട് വരാം. സാറേ. നീയോ? എന്താടാ? സാറേ ഇതെന്തോ ഒരു ബെഞ്ച് 2 പേര് 3 പേരല്ലയോ? അയ്യോ അത് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയ്ക്കും, ഇത് ലാസ്റ്റ് പരീക്ഷ ഇല്ലയോ, അപ്പൊ ഒരു ബെഞ്ച് 2 പേര്. സാറേ ഇത് വല്ലാത്ത ചതിയായി പോയി. എന്ത് ചതി? എല്ലാ വർഷവും ഇങ്ങനെ. പോയി പഠിക്ക്, ജയിക്കണ്ടായോ? എടാ എന്തോ പറഞ്ഞു? ലാസ്റ്റ് പരീക്ഷ ആയിട്ട് ഒരു ബെഞ്ച് 2 പേര്. അയ്യോ അങ്ങനാണോ? ഞാൻ വിചാരിച്ച് നമ്പർ ഇട്ട പോലെ തെറ്റിപ്പോയതാ അന്ന്. അപ്പൊ നീ അപ്പുറത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ബെഞ്ച് ഒന്നാമത്. അപ്പൊ ഈ പേര് മാറ്റിയോണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോടാ.